നീലപ്പെട്ടിയിൽ തെളിവില്ലെന്ന അന്വേഷണ റിപ്പോർട്ടിൽ പ്രതികരിച്ച പാലക്കാടിന്റെ നിയുക്ത എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിൽ. പാലക്കാട് നടന്നത് രാഷ്ട്രീയ നാടകം. പെട്ടി വിവാദം അവസാനിപ്പിക്കാൻ കോൺഗ്രസ് ഉദ്ദേശിച്ചിട്ടില്ല. വനിതാ നേതാക്കളുടെ മുറിയിൽ നടത്തിയ പരിശോധനയ്ക്കും പൊതുപ്രവർത്തകനായ തനിക്കെതിരെ നടത്തിയ ആരോപണങ്ങൾക്കും സിപിഎമ്മിനോട് നിയമപരമായി മറുപടി ചോദിക്കും. സിപിഎം ബിജെപി കൂട്ടുകെട്ടിൽ വിരിഞ്ഞ ആശയമാണ് പെട്ടി വിവാദം. ജനങ്ങൾ പ്രബുദ്ധരാണെന്ന് സിപിഎമ്മും ബിജെപിയും മനസ്സിലാക്കണമെന്നും രാഹുൽ പറഞ്ഞു. സത്യത്തിൽ നമുക്കിപ്പോൾ അതിനകത്തൊരു കൗതുകവും ചിരിയൊക്കെ വരുന്നുണ്ടെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് എത്ര ക്രൂരവും ഹീനവുമായ മാർഗമാണ് സിപിഎമ്മും ബിജെപിയും ചേർന്ന് നടത്തിയത്. ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഒരാൾ മത്സരിക്കുകയാണ്. അപ്പം ഞാൻ നേരത്തെയും പറഞ്ഞു, ഞാനൊരു കന്നി മത്സരക്കാരനാണ്, ഞാനൊരു തുടക്കക്കാരനാണ്. ഇതിന് നേതൃത്വം കൊടുത്തിരുന്ന നേതാക്കന്മാരെല്ലാം തുടക്കക്കാരായിട്ട് തന്നെ കടന്നു വന്നവരാണ്. ആ വരുന്ന ഒരാളെ നിങ്ങൾ രാഷ്ട്രീയം പറയുന്നതിനപ്പുറം കള്ളപ്പണക്കാരനാക്കാൻ ശ്രമിക്കുക. വളരെ ബോധപൂർവമായൊരു അജണ്ട. ഒന്നാലോചിച്ച് നോക്കുക, എത്ര ദിവസമാണത് ഇവർ എന്നെ നിഴലിൽ നിർത്താൻ ശ്രമിച്ചത്. എന്തായിരുന്നു യഥാർത്ഥത്തിൽ ഉദ്ദേശം? ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മാൻഡേറ്റിന് ജനഹിതത്തെ അട്ടിമറിക്കുവാൻ ബോധപൂർവം ഒരു ശ്രമമല്ലേ നടത്തിയത്. ഞാൻ ഈ സമയത്ത് ഏറ്റവും അധികം നന്ദി പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോഴാണല്ലോ പോലീസ് അന്വേഷണത്തിലൂടെയും മറ്റും നിഗമനങ്ങളിലൂടെയും മറ്റും പെട്ടിക്കകത്തൊന്നുമില്ല എന്ന് കണ്ടെത്തിയത്. പെട്ടിക്കകത്തും ഇവരുന്നയിക്കുന്ന രാഷ്ട്രീയത്തിനകത്തും ഒന്നുമില്ല എന്ന് തിരിച്ചറിഞ്ഞ പാലക്കാട്ടെ ജനങ്ങൾക്ക് ഹൃദയാഭിവാദ്യം അർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതൊക്കെ വിശ്വസിച്ച് മാൻഡേറ്റ് മറ്റൊന്നായിരുന്നുവെങ്കിൽ ഇന്ന് നമുക്ക് എങ്ങനെയായിരുന്നു ഇത് ചർച്ച ചെയ്യാൻ കഴിയുക? അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾ പ്രബുദ്ധരാണ് എന്നുള്ളൊരു ബോധ്യം, ആ ഒരു ബോധം ഇനിയെങ്കിലും ഈ സിപിഎമ്മിൻ്റെ ബിജെപിയുടെ നേതാക്കന്മാർക്ക് വേണം. പക്ഷേ ബിജെപി രണ്ടാമത് നിൽക്കുന്നൊരു മണ്ഡലത്തിൽ ബിജെപിയെ ജയിപ്പിക്കുവാൻ സിപിഎമ്മിൻ്റെ നേതാക്കന്മാർ ഒരു മന്ത്രിയും ആ മന്ത്രിയുടെ അളിയനും നടത്തിയിട്ടുള്ള ഈ രാഷ്ട്രീയ നാടകം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? സിപിഎമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഉയർത്തിയ ആരോപണങ്ങളെല്ലാം ജലരേഖയ്ക്ക് പോലും ഇതിനേക്കാൾ തെളിച്ചുണ്ടാകും അല്ലേ? കുറച്ച് നേരത്തേക്കെങ്കിലും വെള്ളത്തിൽ വരയ്ക്കുന്നൊരു വര അതങ്ങനെ തന്നെ നിൽക്കുമല്ലോ. അത്ര പോലും ആയുസില്ലാത്ത വാദങ്ങളാണ് ബിജെപിയുടെയും സിപിഎമ്മിൻ്റെയും സംസ്ഥാന സെക്രട്ടറിയും അധ്യക്ഷനും പറയുന്നത് എന്ന് പറയുമ്പോൾ അവർ പറയുന്ന രാഷ്ട്രീയത്തെപ്പറ്റി അവർ തന്നെ വിലയിരുത്തണം. എന്തായാലും ഇത് ഞങ്ങളങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. പെട്ടി അവർ മടക്കാനിരിക്കുകയല്ലോ നമ്മൾ ഈ പെട്ടി ഇനിയും മുന്നോട്ട് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. ഈ വിഷയത്തിനകത്ത് അന്ന് രാത്രിയിൽ ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ്റെയും ശ്രീമതി ബിന്ദു കൃഷ്ണയുടെയും മുറിക്കകത്തേക്ക് ഇടിച്ചു കയറി യൂണിഫോം ഇല്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയിട്ടുള്ള തോന്നിവാസം ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ, ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എന്നെ ആക്ഷേപിക്കുവാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ, ഇതിനെല്ലാം സിപിഎം നിയമപരമായി കൂടി ബിജെപിയും നിയമപരമായി കൂടി മറുപടി പറയേണ്ടി വരും.